ഹലോ ഗായ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീരഭൂമിയിലാണ്. ഇപ്രാവശ്യം നമ്മുടെ ഒപ്പം കൈസൂറിക്സ് ഉണ്ട്, നോഡിക്സ് ഉണ്ട്. ഇത്ര ഹൈറ്റ് പോണതാ നീ ഇപ്പൊ പറഞ്ഞേക്ക് പറ, എന്നാലേ കേക്കാറ്റുള്ളൂ. എവിടെ നമ്മൾ ഡയമണ്ട് ആർമർ ആകുമ്പോ കുഴപ്പമില്ല. നമ്മളുടെ എല്ലാ ആവശ്യ സാധനങ്ങളും കയ്യിലുണ്ട്. 41 അതൊന്നും മിക്സ് ആയി പോയതാ. കാരണം നിങ്ങൾക്ക് ഹാഫ് വരാൻ ചോദിച്ചു, അന്നത്തെ ഹാഫ് ഞാൻ എടുത്തു. അന്നേരം ഇങ്ങനെ മിക്സപ്പ് ആയി പോയി. 21 അപ്പൊ ബാക്കി എനിക്ക് 20 ഉള്ളൂ. 15 ഫുൾ ടൈം മതി. അപ്പൊ കുഴപ്പമില്ല. നിന്റെ ഡയമണ്ട് ഷവലിനകത്തിരിപ്പുണ്ട്. രണ്ടെണ്ണം ഉണ്ട്. ഇട്. ഇപ്പൊ പഴയ കാശുറിക്സ് ഒന്നല്ല. ഇപ്പൊ നിക്ക് ഇപ്പൊ തരാ. കുറച്ച് സാൻഡ് വിളിച്ചിട്ട് തരാം. ഇതിന് ഇവിടെ ഒരു സാൻഡ് ആദ്യത്തെ ക്ലച്ച് ചെയ്ത ബോട്ട്. കരയില് ബോട്ട് ഓടിക്കണ്ട ആദ്യത്തെ. റാബിറ്റിന് ഫൂട്ട് കൊടുക്കാൻ പറ്റല്ല. ഇപ്പൊ എല്ലാം തെറിച്ചുകൊണ്ടുണ്ടാവും. നീ താഴെ വീണി എത്തുമേലി. ഏറ്റവും കൂടുതലുള്ള ലാഗ് എന്ന് പറഞ്ഞ ലിവോണല്ലേ. ലിവോണ്ട് പിങ്ങൊക്കെ ഫുള്ള് നമ്മക്കൊക്കെ നോക്കി ശരിയാണ്ടാ. ലാഗെന്ന് എനിക്ക് ഒരു വട്ടം കാണുന്നുണ്ടായിട്ട് എനിക്ക് സുഖമായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. എന്തിരുന്ന് കിടിലാക്കണോട്ടെ ഈ തോണ. എനിക്ക് ഈ സ്ഥലത്ത് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്നറിയോ? എടാ നമ്മളൊരു വേറെ പ്രശ്നമുണ്ടാ. എടാ ബെല്ലവിടെ വെക്കടാ. അവിടെ വാതിലോർക്കും മുന്നതാ. ഇവിടെ എന്താ പരിപാടി? എന്റെ ടോർച്ച് ഉണ്ടായിരുന്നു. ടോർച്ച് ഇവിടെ ഉണ്ടാ? ചെസ്റ്റ് ഫുള്ളാ. എടാ ഇത്രയും ചെറുത് വേണ്ട, ഇനിയും വലുതാണ്. നല്ല വലുതെടുത്തോ. അടിയിലൊരു ലക്ഷറി ബേസ് തന്നെ വേണം. ലാഡറൊക്കെ ഉണ്ട്. 8 അടി ലാഡർ. എവിടെ ബെഡ്? റീസ്പോൺ മോഡ് സെറ്റായ? റീസ്പോൺ മോഡ് സെറ്റായി. എടാ ഇത്ര അടി താഴ്ച. ആൻവീലുണ്ടാ? ബെല്ലാർന്ന് വെച്ചേ.
അവിടെ ഒരു വലിയ റൂം തന്നെ വേണം, വലിയ റൂം. സ്റ്റോൺ ബ്രിക്സും കൊണ്ട് ഉണ്ടാക്കിയാലോ? പോയാ പൈസ പോയി തോന്നുന്നു. റേഞ്ച് എന്തോ പോയി. ആരോണേ കേക്കാൻ പറ്റല്ല. ഞാനെങ്ങനുണ്ടാ എടാ, കേക്കാൻ പറ്റല്ല. ഷാരോൺ പോയി എന്നാണ് തോന്നുന്നത്. നമുക്കപ്പോൾ ഇവിടെ സ്റ്റോൺ ബ്രിക്സ് കൊണ്ട് പണിയാം. ചില സീക്രട്ട് ബേസ് നല്ല വേണം പറഞ്ഞു. നമുക്ക് മറ്റേ ക്ലാനുള്ളവരെ വിശ്വസിക്കാൻ പറ്റൂല. ലൊക്കേറ്റർ ബാർ ഓഫ് ചെയ്തിട്ടാ ഗൈസ്, അത് ഓഫ് ചെയ്തായിരുന്നു. ലൊക്കേറ്റർ ബാർ, ടോർച്ച്, നമ്മുടെ സ്റ്റോൺ ബ്രിക്സ് ഒക്കെ ഇതിനകത്തുണ്ട്. ലാഡറും ചെസ്റ്റിനകത്തുണ്ട്. 2 വേറെ കുറച്ചൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ സൈഡൊക്കെ ഒന്ന് വലുതാക്കാം. നല്ല വലുത് വേണം ഗൈസ്. ലക്ഷറി അണ്ടർഗ്രൗണ്ട് ബേസ് തന്നെയാണ്. ഇവിടെ അനദർ സ്ഥലവും. ശരി, നമുക്ക് കുറെ അയണൊക്കെ കിട്ടിയിട്ടാ ഗൈസ്. അത് നമ്മള് എല്ലാം മനസ്സിലായി. ആ നെക്കി. സത്യടാ കിട്ടി. ഇങ്ങനെയായിരുന്നു. സ്റ്റോൺ കട്ടറൊന്നും വേണ്ടായിരുന്നു. ക്രാഫ്റ്റിംഗ് ടേബിൾ പറ്റൂല. സ്റ്റോൺ കട്ടർ വേണ്ടായിരുന്നു. 3 വേണം ഗൈസ്. വെരി പാഡ് പോലെ പോലെ കിട്ടി. കറക്റ്റ് കിട്ടി. സ്ലീപ്പിംഗ് ത്രൂ ദിസ് നൈറ്റ്. ഒരാൾ കിടന്നാ മതിയപ്പാ. ഒരാൾ കിടന്നാ മതിയാ. കൊള്ളാം. ഇവിടെ ടോർച്ച് മാറ്റിയിട്ടേ ഇത് വെക്കാം. ടോർച്ച് വെക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതാക്കി എടുക്കണം. എന്താക്കി എടുക്കണം? ഇല്ല, അത് ആർക്കും ഷെയർ ചെയ്യൂല. എടാ കിട്ടിയടാ. ഫൈനലി വി ഗോഡ്.
ഗ്ലാസ് ഇല്ല. ഗ്ലാസ് ഇല്ലടാ. ഇവിടെ ആർമർ സ്റ്റാൻഡ് വെക്കണം. പിന്നെ മുകളിലേക്ക് പോയിട്ട് നമ്മുടെ ആ ചെസ്റ്റിൽ നിന്ന് ഗോൾഡൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരിക. ഗോൾഡൻ ആർമർ ഇതിനകത്തല്ലായിരുന്നു, ഇതിനകത്തായിരുന്നോ? ഇതിനകത്ത് നമ്മുടെ ഗ്ലാസ്. ഓക്കെ, ഇതും വെച്ചേക്കാം. നടക്കാം. ഓക്കെ, താഴേക്ക് പോവാം. പിന്നെ നമുക്കിതെല്ലാം ഫിറ്റ് ചെയ്യണം. നോക്കിയിട്ട് ഇത് കയ്യിലൊന്നും കൊടുക്കാത്തില്ലേ? നമ്മുടെ സാഡിൽ എങ്ങനെയുണ്ടല്ലേ? സാഡിൽ എങ്ങനെ ഇടണേന്നറിയില്ലല്ലോ. തന്നോടാ നിങ്ങളെ ഇങ്ങോട്ട് ഒന്നുമില്ലല്ലോ. നിന്റെ ഡയറിയിൽ